ഈ വീഡിയോയിൽ നമ്മൾ കെമിസ്ട്രിയിലെ ചാപ്റ്റർ 2 ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ മെയിനായിട്ട് നമ്മൾ പ്രോബ്ലംസ്, അതായത് ഗ്രാം അറ്റോമിക് മാസ്, ഗ്രാം മോളിക്കുലർ മാസ് സംബന്ധിച്ചുള്ള പ്രോബ്ലംസ് ആണ് നോക്കുന്നത്. ഇതിൽ ഒരു ആറ്റം, മോളിക്യൂള്, ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്, അതുപോലെ തന്നെ ഗ്രാം അറ്റോമിക് മാസ് കണ്ടുപിടിക്കുക, നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുക, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഗ്രാം അറ്റോമിക് മാസ്, ഗ്രാം മോളിക്കുലർ മാസ് ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് ഒരു മോളിക്യൂൾ എന്താണ്, ആറ്റം എന്താണ്, എലമെൻ്റ് എന്താണ്, കോമ്പൗണ്ട് എന്താണെന്നുള്ളൊരു ബേസിക് കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എലമെൻറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ കോമ്പൗണ്ട്സ് ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളും നിർമ്മിച്ചേക്കുന്നത് ആറ്റം കൊണ്ടാണ്. ഒരു മൈന്യൂട്ട് പാർട്ടിക്കിളായ ആറ്റം കൊണ്ടാണ് ഈ എലമെൻറ്റ്സും കോമ്പൗണ്ട്സും ഉണ്ടാക്കിയേക്കുന്നത്. ഒരേ ടൈപ്പുള്ള ആറ്റംസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെങ്കിൽ നമ്മളതിനെ എലമെൻറ്റ്സ് എന്നും, ഡിഫറെൻ്റ് ടൈപ്പുള്ള ആറ്റം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയതെങ്കിൽ നമ്മളതിനെ കോമ്പൗണ്ട് എന്നും പറയും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ H2 ഹൈഡ്രജൻ്റെ രണ്ട് ആറ്റം, അതായത് ഒരു ഹൈഡ്രജൻ ആറ്റം, രണ്ട് ഹൈഡ്രജൻ ആറ്റം ചേർന്നിട്ടാണ് H2 എന്ന് പറഞ്ഞ എലമെൻറ്റ് ഉണ്ടാക്കിയേക്കുന്നത്. അതുപോലെ തന്നെ കോമ്പൗണ്ടിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ H2O, അതായത് രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റം. ഇത് വേറെ വേറെ ടൈപ്പുള്ള ആറ്റമാണ് അല്ലേ, ഒരേ ടൈപ്പുള്ള ആറ്റമല്ല, ഒന്ന് ഹൈഡ്രജനും ഒന്ന് ഓക്സിജനാണ്. അപ്പോൾ രണ്ട് ടൈപ്പ് ആറ്റം കൊണ്ട് നിർമ്മിക്കുകയാണെങ്കിൽ നമ്മളതിനെ കോമ്പൗണ്ട് എന്ന് വിളിക്കും. ഇവിടെ കോമ്പൗണ്ടും എലമെൻറ്റും ഫ്രീ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്തായിട്ടാണ്, മോളിക്യൂളായിട്ടാണ് ഇവ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ SSLCക്കാരുടെ ഒരു കോൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ തനിയെ നിൽക്കുന്ന ഓക്സിജൻ, ഹൈഡ്രജൻ, അതേപോലെ തന്നെ സോഡിയം, കാർബൺ, ഇതൊക്കെയാണ് ആറ്റം എന്ന് പറയുന്നത്, തന്നെ നിൽക്കുന്നത്. ഇനി H2, O2, ഈ എലമെൻറ്റിൻ്റെ അടിയിൽ ഓരോ സാധനങ്ങൾ വരാണ്, നമ്പേഴ്സൊക്കെ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ H2O, അങ്ങനത്തെ കാര്യങ്ങൾ, C2, Cl2, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ, നമ്പേഴ്സ് കൊടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് മോളിക്യൂൾ എന്ന് വിളിക്കാം. അതായത് രണ്ട് ക്ലോറിൻ ആറ്റം വെച്ചിട്ടാണ് മോളിക്യൂൾ Cl2 എന്ന് പറഞ്ഞ എലമെൻറ്റ്, അത് മോളിക്യൂളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. എലമെൻറ്റും കോമ്പൗണ്ടും ഇവിടെ മോളിക്യൂളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അടിയിൽ നമ്പറൊക്കെ ഇട്ട് വരാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് മോളിക്യൂൾ. തനിയെ നിൽക്കുകയാണെങ്കിൽ O, Z, അല്ലെങ്കിൽ Na, സോഡിയം, ക്ലോറിൻ, ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതായത് ഒരു എളുപ്പവഴിയാണിത്. 2, 3 അങ്ങനത്തെ നമ്പേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ നമ്മളതിനെ ആറ്റം എന്നും, അടിയിൽ ക്ലോറിൻ 2, അതുപോലെ തന്നെ സോഡിയം 2 എന്നൊക്കെ വരാണെങ്കിൽ നമ്മളതിനെ മോളിക്യൂൾ എന്നും വിളിക്കും. നമ്മൾ ഇവിടെ ഗ്രാം അറ്റോമിക് മാസിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഗ്രാം അറ്റോമിക് മാസിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എലമെൻറ്റ്, നമ്മൾ ഒരു എലമെൻറ്റ് എടുത്തു, ഇവിടെ കാർബൺ എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റ്, ഇതിൻ്റെ മെയിൻ കോൺസെപ്റ്റാണ്, എല്ലാവരും ശ്രദ്ധിക്കണേ. കാർബൺ എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റിൽ നമ്മൾ പീരിയോഡിക് ടേബിളിൽ എങ്ങനെ കാണും, 6C12 അല്ലേ. അപ്പോൾ ഇത് കാർബൺ ആറ്റം, ഇതിൽ 12 എന്ന് പറയുന്നതാണ് മുകളിൽ എഴുതുന്നതാണ് എപ്പോഴും അറ്റോമിക് മാസ്. ഈ അറ്റോമിക് മാസാണ് ഇവിടെ നമുക്ക് വേണ്ടത്. ഇപ്പോൾ 7N14, അപ്പോൾ ഇതിൻ്റെ അറ്റോമിക് മാസ് ഏതാണ്, മുകളിൽ എഴുതുന്നതായിരിക്കും ഇതിൻ്റെ അറ്റോമിക് മാസ്, നൈട്രജൻ്റെ. അങ്ങനെ എന്ത് വേണമെങ്കിൽ 8O16 ആയിരിക്കും അറ്റോമിക് മാസ് ഓക്സിജൻ്റെ ആണെങ്കിൽ. അപ്പോൾ ഇവിടെ 6C12 ആണതുകൊണ്ട്, 6C12 ആയതുകൊണ്ട് 12 ആയിരിക്കും ഇതിൻ്റെ അറ്റോമിക് മാസ്. അപ്പോൾ അറ്റോമിക് മാസ് ഗ്രാമിൽ എഴുതാൻ പറഞ്ഞാൽ എന്തെഴുതും, 12 ഗ്രാം. അതുപോലെ തന്നെ ഒരു GAM, ഒരു ഗ്രാം അറ്റോമിക് മാസ്, കാർബണിൻ്റെ 1 ഗ്രാം അറ്റോമിക് മാസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അതിലുള്ള ആറ്റംസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6.022 × 10⁻23. അതായത് ഒരു GAM എന്ന് പറയുന്നത് എന്തായിരിക്കും, Na, അവഗാഡ്രോ നമ്പേഴ്സ്. ഇതാണ് അവഗാഡ്രോ നമ്പർ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. 6.022 × 10⁻23 ആണ് അവഗാഡ്രോ നമ്പർ. അപ്പോൾ 1 ഗ്രാം അറ്റോമിക് മാസിൽ ഇത്ര ആറ്റംസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ വേറെ കാര്യം എടുക്കുക, ഓക്സിജൻ. ഇപ്പോൾ ഓക്സിജൻ്റെ എടുത്തു 8O16 ആണ്. അപ്പോൾ നമുക്കറിയാം ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്, 16 ആണ്. അപ്പോൾ ഗ്രാമിൽ എഴുതുമ്പോൾ നമുക്ക് 16 ഗ്രാം കിട്ടി. ഇനി 16 ഗ്രാം എന്ന് പറയുന്നതാണ് ഒരു GAM, അതായത് 16 ഗ്രാമാണ് ഒരു ഗ്രാം അറ്റോമിക് മാസ്, വിച്ച് ഈസ് ഈക്വൽ ടു
Na Avogadro number, that is 6.022 into 10⁻23 atom. മെയിനായിട്ട് പരീക്ഷയ്ക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതായത് ഒരു കാർബൺ ആറ്റത്തിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6.022 into 10⁻23 ആറ്റം. ഒരു കാർബൺ ആറ്റം എന്ന് പറയുന്നത് 12 ഗ്രാമാണ്. ആ 12 ഗ്രാമിൽ ഒരു GAM എന്നാണ് അതിൻ്റെ പറയുക. ഒരു ഗ്രാം അറ്റോമിക് മാസ് ഇസ് ഈക്വൽ ടു 6.022 into 10⁻23 ആറ്റം. ഒരു എക്സാമ്പിൾ കൂടി പറയുകയാണെങ്കിൽ, ഇപ്പോൾ സോഡിയം ആറ്റം, ഇതിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 23 ആണ്. അപ്പോൾ സോഡിയം ആറ്റത്തിൽ എത്ര നമ്പർ ഓഫ് ആറ്റം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23 ഗ്രാമിൽ, അതായത് ഒരു GAMൽ 6.022 into 10⁻23 ആറ്റം. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറയാണ്, ഒരു GAM എന്ന് പറയാം സോഡിയം ആറ്റത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, അതായത് 23 ആണ് അറ്റോമിക് മാസ് എന്ന് വയ്ക്കുക. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു GAM എന്ന് പറയുമ്പോൾ നമുക്കറിയാം 23 ഗ്രാമാണ് അല്ലേ? 23 ഗ്രാമിൽ ഒരു GAM ആണ്. അതേപോലെ തന്നെ അതിലുള്ള ആറ്റം എത്രയാണ്? 6.022 into 10⁻23 ആറ്റംസ് ഉണ്ട്. ഇതൊരു ബേസിക് കോൺസെപ്റ്റാണ്. ഒരു GAMൽ, അതായത് സോഡിയത്തിൻ്റെ 23 ഗ്രാം, ഒരു സോഡിയം ആറ്റത്തിൽ 6.022 into 10⁻23 ആറ്റംസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 46 ഗ്രാം സോഡിയത്തിൽ എത്ര GAM ഉണ്ടെന്ന്? 46ൽ 23ൽ നമുക്കറിയാം ഇത്രയാണ്. അപ്പോൾ 46 ഗ്രാമിൽ എത്ര GAM ഉണ്ട്, അതുപോലെ തന്നെ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നത്, ഒന്ന് GAM എത്രയാണെന്ന് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ എത്ര ആറ്റംസ് ഉണ്ടെന്നും കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉള്ളൂ. ഗിവൺ മാസ് ഇൻ ഗ്രാം, എപ്പോഴും ഗ്രാമിലാണ് തരുന്നത്. ഗിവൺ മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ GAM ഓഫ് ദാറ്റ് എലമെൻറ്റ്. അതായത് ഗിവൺ മാസ് ഇൻ ഗ്രാം നമുക്കിവിടെ തന്നേക്കുന്നത് 46 ഗ്രാമാണ്. സോ 46 ഡിവൈഡഡ് ബൈ GAM, ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ദാറ്റ് എലമെൻറ്റ്. എത്രയായിരിക്കും സാധാരണ ഗ്രാം അറ്റോമിക് മാസ്? 23. 46 ഡിവൈഡഡ് ബൈ 23 എത്ര കിട്ടും? 2 GAM അല്ലേ? 2 GAM ആണ് ഇവിടെ കിട്ടിയത്. നമ്മൾ ഗ്രാം അറ്റോമിക് മാസിന് ആദ്യം കണ്ടുപിടിച്ചത്. ഗിവൺ മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ദാറ്റ് എലമെൻറ്റ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 46 GAM കണ്ടുപിടിക്കാനാണ്. സോ 46 ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ്, സോഡിയത്തിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 23 ആണ്. സോ 46 ഡിവൈഡഡ് ബൈ 23 2 GAM. ഒരു ക്വസ്റ്റിനൂടെ അതിൽ വരുന്നുണ്ട്, എത്ര ആറ്റം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ. നമുക്കറിയാം GAM കിട്ടിക്കഴിഞ്ഞാൽ എത്ര ആറ്റം? ഒരു GAMൽ എത്ര ആറ്റമാണ്? 6.022 into 10⁻23 ആറ്റം. അപ്പോൾ നമുക്ക് കിട്ടിയത് സോഡിയത്തിൻ്റെ 2 GAM ആണ്. അപ്പോൾ എത്ര വരും? 2 into 6.022 into 10⁻23 ആറ്റം. മെയിനായിട്ട് ഇതിൽ കണ്ടുപിടിക്കാനുള്ള ഒരു കോൺസെപ്റ്റാണ് GAMഉം അതേപോലെ തന്നെ നമ്പർ ഓഫ് ആറ്റംസും. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ നന്നായി പഠിക്കണം. ഈ രണ്ട് കാര്യങ്ങളും നന്നായി ഓർത്ത് പഠിക്കണം. ഇത് 2019 SSLCയിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾ ഈ പഠിച്ച കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ കിട്ടും. അതായത് അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത് 14 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദീസ് കണ്ടെയ്ൻ 6.022 into 10⁻23 നൈട്രജൻ ആറ്റം. ഇതിൽ ഏതിനാണ് ഇത്രയും നൈട്രജൻ ആറ്റം ഉണ്ടാവുക? അതായത് 6.022 into 10⁻23 നൈട്രജൻ ആറ്റം ഉള്ളത് ഇതിൽ 7 ഗ്രാം നൈട്രജൻ ആണോ, 14 ഗ്രാം നൈട്രജൻ ആണോ, 28 ഗ്രാം നൈട്രജൻ ആണോ, 1 ഗ്രാം നൈട്രജൻ ആണോ? നമ്മളിപ്പോൾ പഠിച്ച കോൺസെപ്റ്റ് അനുസരിച്ച് നമ്മുടെ നൈട്രജൻ്റെ അറ്റോമിക് മാസ് നമുക്കറിയാം 7N14 ഇങ്ങനെയാണ് വരാം. ഇവിടെ അറ്റോമിക് മാസ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ അറ്റോമിക് നമ്പർ അറിഞ്ഞില്ലെങ്കിലൊന്നും പ്രശ്നമില്ല. ഈ സംഭവം അറിഞ്ഞിരിക്കണം. അതായത് N എന്ന് പറഞ്ഞ നൈട്രജൻ്റെ 14 ആണ് അറ്റോമിക് മാസ്. അപ്പോൾ ഏതിലായിരിക്കും 6.022 10⁻23 നൈട്രജൻ ആയിട്ടുള്ളത്? ഈ സംഭവത്തിന്, അതായത് 14 ഗ്രാം നൈട്രജൻ ആറ്റത്തിനായിരിക്കും. ഇതായിരിക്കും ഇതിലെ ആൻസർ. 14 ഗ്രാം നൈട്രജൻ ആറ്റത്തിനായിരിക്കും 6.022 into 10⁻23 നൈട്രജൻ ആറ്റം ഉള്ളത്.
അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി GAM ഈസ് പ്രസന്റ് ഇൻ 69 ഗ്രാം സോഡിയം? ഇത്രയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ. നമുക്കിതിൽ അറ്റോമിക് മാസ് അറിയില്ല. നമ്മൾ മിക്ക എലമെൻറ്റിൻ്റെയും ഒരുവിധം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, സോഡിയം, ക്ലോറിൻ ഇങ്ങനത്തെ ചില എലമെൻസിൻ്റെങ്കിലും അറ്റോമിക് മാസ് അറിഞ്ഞിരിക്കണം. അറ്റോമിക് മാസ് തന്നില്ലെങ്കിൽ നമുക്കത് പരീക്ഷയ്ക്കൊരു പണിയിരിക്കും. നമുക്ക് വേറെ ഒന്നും GAM കണ്ടുപിടിക്കാൻ പറ്റില്ല, നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ബേസിക് ആയിട്ടുള്ള സോഡിയത്തിന് അറ്റോമിക് മാസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഹൗ മെനി GAM ഈസ് പ്രസന്റ് ഇൻ 69 ഗ്രാം ഓഫ് സോഡിയം? നമുക്കറിയാം ഗ്രാം അറ്റോമിക് മാസ് എങ്ങനെ കാണും? ഗ്രാം അറ്റോമിക് മാസ് കാണാൻ ഗിവൺ mass divided by GAM of that element. ഇവിടുത്തെ എലമെൻ്റ് ഏതാണ്? സോഡിയമാണ്. അപ്പോൾ ഗിവൺ മാസ് എന്ന് പറയുന്നത് 69 ആണ്. 69 ഡിവൈഡഡ് ബൈ 23 എത്ര കിട്ടും? 3 ആണ് ഇവിടുത്തെ ആൻസർ. അതായത് GAM ഗ്രാം അറ്റോമിക് മാസ് ഓഫ് 69 ഗ്രാം സോഡിയം എന്നൊക്കെ പറയുന്നത് 3 ആണ്. അതായത് അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് ആറ്റംസ് എത്രയായിരിക്കും? നമ്പർ ഓഫ് ആറ്റംസ് എത്ര അതന്നെ ഒരു GAMൽ 6.022 × 10⁻23 ആണെങ്കിൽ 3 GAMൽ എന്തായിരിക്കും? 3 × 6.022 × 10⁻23 ആറ്റംസ്, നൈട്രജൻ ആറ്റംസ്, സോഡിയം ആറ്റംസ്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 42 ഗ്രാം നൈട്രജൻ്റെയും 80 ഗ്രാം ഓക്സിജൻ്റെയും രണ്ട് ക്വസ്റ്റ്യൻ ആണ്. ഒരേപോലത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാണ്. 42 ഗ്രാം നൈട്രജൻ്റെ GAM കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് ആറ്റംസും കണ്ടുപിടിക്കണം. ഇതാണ് മെയിനായിട്ട് പഠിക്കാനുള്ളൂ. അപ്പോൾ നൈട്രജൻ്റെ അറ്റോമിക് മാസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 14 ആണ് നൈട്രജൻ്റെ. ഇനി ഓക്സിജൻ്റെ എത്രയാണ്? 16 ആണ് അറ്റോമിക് മാസ്. ഒന്നിങ്ങനെ അത് പഠിച്ചിരിക്കുക, അല്ലെങ്കിൽ നമുക്കത് ക്വസ്റ്റ്യനിൽ തരും എന്ന് വിശ്വസിക്കുക. അപ്പോൾ നമ്മുടെ 42 ഗ്രാം നൈട്രജൻ്റെ എങ്ങനെ GAM കണ്ടുപിടിക്കും? ഗിവൺ മാസ് എത്രയാണ്? 42. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ദാറ്റ് എലമെൻറ്റ്. ദാറ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് നൈട്രജൻ എലമെൻറ്റ്. ഗ്രാം അറ്റോമിക് മാസ് എത്രയാണ്? 14. സോ 42 ഡിവൈഡഡ് ബൈ 14 ഈസ് ഈക്വൽ ടു 3. ഇനി ഇതിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? 3 × 6.022 × 10⁻23 ആറ്റം. അപ്പോൾ രണ്ടും കിട്ടി നമുക്ക്. അടുത്തത് 80 ഗ്രാം ഓക്സിജൻ്റെ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ 80 ഡിവൈഡഡ് ബൈ 16 ഈസ് ഈക്വൽ ടു 5 ആണ്. 5 GAM ആണ് വരുന്നത്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ആറ്റം കണ്ടുപിടിക്കാൻ 5 × 6.022 × 10⁻23 ആറ്റംസ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ GAM എങ്ങനെ കണ്ടുപിടിക്കും? ഈ GAM കിട്ടിയാൽ മാത്രമേ നമുക്ക് ആറ്റംസ് എത്രയെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഗിവൺ മാസ്, തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ് ചെയ്യുമ്പോഴാണ് GAM എന്ന് പറഞ്ഞ സംഭവം കിട്ടുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് GMM അഥവാ ഗ്രാം മോളിക്കുലർ മാസിനെ കുറിച്ചിട്ടാണ്. ഇവിടെ നമ്മൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ഒരു എലമെൻ്റ് എടുക്കുകയാണ്. ഹൈഡ്രജൻ, ഇതിൻ്റെ മോളിക്കുലർ മാസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ നമ്മൾ H2, ഇവിടെ മോളിക്യൂളിൻ്റെ കേസ് ആയതുകൊണ്ട് H2 തന്നെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. 2 ഹൈഡ്രജൻ ആറ്റം ഇവിടെ വേണം. സോ H2 അതിൻ്റെ മോളിക്കുലർ മാസാണ്. 2 ഹൈഡ്രജൻ ആറ്റം ഇവിടെ ഉണ്ട്. അപ്പോൾ 2 × ഇതിൻ്റെ ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 ആണ്. സോ 2 ഗ്രാം ആയിരിക്കും ഇതിൻ്റെ മോളിക്കുലർ മാസ് വരുന്നത്. ഈ ഹൈഡ്രജൻ H2 2 ഗ്രാമാണ് അതിൻ്റെ മോളിക്കുലർ മാസ്. അതുപോലെ തന്നെ ഇത് എന്ന് പറയുന്നത് 1 GMM ആണ്. 1 ഗ്രാം മോളിക്കുലർ മാസാണ്. വിച്ച് ഈസ് ഈക്വൽ ടു 6.022 × 10⁻23. നേരത്തെ നമ്മൾ ആറ്റം പഠിച്ച ഇത് മോളിക്യൂളായിരിക്കും. നമ്മൾ ഒരു എക്സാമ്പിൾ കൂടി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഓക്സിജൻ എന്ന് പറഞ്ഞൊരു സംഭവം എലമെൻറ്റ്, അതിൻ്റെ കെമിക്കൽ ഫോർമുല, ഗ്രാം മോളിക്കുലർ മാസിലെ കെമിക്കൽ ഫോർമുല O2 ആണ്. 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. ഇതിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ് ഓക്സിജൻ്റെ? 8O16 അല്ലേ? 8O16. 16 ആണ് ഇവിടെ ഓക്സിജൻ്റെ അറ്റോമിക് മാസ്. അപ്പോൾ 2 × 16 32 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 1 GMM ഈസ് ഈക്വൽ ടു 6.022 × 10⁻23 മോളിക്യൂൾ. ഇവിടെ H2 എന്ന് പറയുമ്പോൾ 1 GMM വരും.
2 ഗ്രാമാണ് വരുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾ. ഇനിയിപ്പോൾ ഇവിടെ ഗ്രാം അറ്റോമിക് മാസ് ആണെങ്കിൽ ഇവിടെ എച്ച് ആണ് വരുന്നുള്ളൂ. അതിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. വിച്ച് ഈസ് ഈക്വൽ ടു 1 GAM ഈസ് ഈക്വൽ ടു 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് ആയിരിക്കും. ഇതൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ H2 വരുന്നു. H2ൽ 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. സോ അതിൻ്റെ അറ്റോമിക് മാസ് 1 ആയതുകൊണ്ട് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 2 ഗ്രാം ആയിരിക്കും അതിന് മോളിക്കുലർ മാസ്. വിച്ച് ഈസ് ഈക്വൽ ടു 1 ഗ്രാം മോളിക്കുലർ മാസ് ഈസ് ഈക്വൽ ടു 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ആയിരിക്കും ഇവിടെ വരാം. അതേപോലെ തന്നെ ഓക്സിജൻ്റെ കേസിലും ഗ്രാം അറ്റോമിക് മാസിലാണ് നമ്മൾ വെറും എച്ച് ഇടുള്ളൂ. വിച്ച് ഈസ് ഈക്വൽ ടു 1 GAM ഈസ് ഈക്വൽ ടു 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് ആയിരിക്കും. ഇത് ഒരേപോലെ തന്നെയാണ് വരുന്നത്. ഇവിടെ എച്ച് ആണെങ്കിൽ GAM വരുന്നു, 1 ആണ് അതിൻ്റെ അറ്റോമിക് മാസ്, ഇത്ര ആറ്റംസ് ഉണ്ടായിരിക്കും. H2 എന്ന് പറയുന്നത് മോളിക്യൂൾ ആയതുകൊണ്ട് 2 ഗ്രാം ആയിരിക്കും അതിൻ്റെ മോളിക്കുലർ മാസ്. വിച്ച് ഈസ് ഈക്വൽ ടു 1 ഗ്രാം മോളിക്കുലർ മാസ് ഈസ് ഈക്വൽ ടു 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ആയിരിക്കും. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറയാണ്, ഹൗ മെനി GMM, അതായത് ഗ്രാം മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കുക. ഗ്രാം മോളിക്കുലർ മാസ് ആണെങ്കിൽ നമുക്ക് മോളിക്യൂൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ നമ്മൾ പഠിച്ചു ഗ്രാം അറ്റോമിക് മാസ് ആണെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണം. ഇവിടെ ഗ്രാം മോളിക്കുലർ മാസ് ആണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണം. 360 ഗ്രാം ഗ്ലൂക്കോസിൻ്റെ GMM കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലർ മാസ് ഇപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? 180 എന്ന് തന്നിട്ടുണ്ട്. മോളിക്കുലർ മാസ് നമുക്കിവിടെ തന്നിട്ടുണ്ട് 180. ഈ മോളിക്കുലർ മാസ് ഇവിടെ തന്നിട്ടില്ലെങ്കിൽ മോളിക്കുലർ മാസ് എങ്ങനെ കണ്ടുപിടിക്കും? ഗ്ലൂക്കോസിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് C6H12O6. കാർബൺ ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 12. ഇപ്പം 6 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് 12 ഇൻറ്റു 6 പ്ലസ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ 1 ആണ്. സോ 1 ഇൻറ്റു 12, 12 ഹൈഡ്രജൻ ആറ്റം ഉള്ളത്. അതുപോലെ തന്നെ 6 ഓക്സിജൻ ആറ്റം ഉള്ളത്. അപ്പോൾ അതിൻ്റെ അറ്റോമിക് മാസ് 16 ആണ്. സോ 16 ഇൻറ്റു 6, ഇവിടെ 72 പ്ലസ് 12 പ്ലസ് 96. അങ്ങനെയാണ് 180 എന്ന് പറഞ്ഞാൽ ഈ മോളിക്കുലർ മാസ് കിട്ടുന്നത്. ശരിക്കും ഇത് പരീക്ഷയ്ക്ക് തരും, തന്നില്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ട മെത്തേഡാണിത്. അപ്പോൾ നമുക്ക് മോളിക്കുലർ മാസ് കിട്ടി. ഇനി ഇവിടെ 360 180 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ GMM, സാധാരണ നമ്മൾ GMM നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ദാറ്റ് എലമെൻറ്റ്. അതേപോലെ തന്നെ GMM എന്ന് പറയുന്നത് ഗിവൺ മാസ് എത്രയാണ്? 360 ഡിവൈഡഡ് ബൈ ഗിവൺ മോളിക്കുലർ മാസ് ഓഫ് ദാറ്റ് എലമെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട് 180 സീക്വൽ ടു എത്ര വരും? 180 ഇൻറ്റു 2 GMM വരും അല്ലേ? 2 GMM. ഇനി ഇതിൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. GMM കിട്ടി കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെ കണ്ടുപിടിക്കും? 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ്. നേരത്തെ പഠിച്ച പോലെ തന്നെ ഇവിടെ GMM ആണെന്നുള്ളൂ. GMM ആണെങ്കിൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ചെയ്യുക. GMM കിട്ടി. GMM കിട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെ കണ്ടുപിടിക്കും? അതേ ഇൻറ്റു അവഗാഡ്രോ നമ്പർ വെച്ചിട്ട് ചെയ്താൽ മതി. ഇനി ഇതേപോലത്തെ തന്നെ 90 ഗ്രാം വാട്ടറിൻ്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞു നോക്കി. ഇവിടുത്തെ മോളിക്കുലർ മാസ് നമുക്ക് തന്നേക്കുന്നത് 18 ആണ്. 18. ഇവിടെ മോളിക്കുലർ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് പരീക്ഷയ്ക്ക് തന്നിട്ടില്ലെങ്കിൽ വാട്ടറിൻ്റെ H2O ആണ്. അപ്പോൾ 2 ഹൈഡ്രജൻ ആറ്റം, 2 ഇൻറ്റു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് 1 ആണ് പ്ലസ് ഓക്സിജൻ ആറ്റത്തിൻ്റെ എന്താണ്? 16. സോ 2 പ്ലസ് 16 ഈസ് ഈക്വൽ ടു 18. അങ്ങനെയാണ് കേട്ടോ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൽ GMM കണ്ടുപിടിക്കാൻ ഗിവൺ മാസ് എന്ന് പറയുന്നത് 90 ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് ദാറ്റ് എലമെൻറ്റ് 18. അപ്പോൾ എത്ര കിട്ടും? 5 കിട്ടും. GMM കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു NA, അതായത് അവഗാഡ്രോ നമ്പർ 5 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലർ മാസ് അഥവാ GMM പ്രസൻറ്റ് ഇൻ 56 ഗ്രാം നൈട്രജൻ.
56 ഗ്രാം നൈട്രജനിൽ ഉള്ള GMM കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് GMM എങ്ങനെ കണ്ടുപിടിക്കാം? GMM ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഇൻ ഗ്രാം എത്രയാണ്? 56 ഡിവൈഡഡ് ബൈ 28. ഇവിടെ 28 എങ്ങനെ കിട്ടിയെന്ന് അറിയാമല്ലോ. മോളിക്കുലർ മാസ് ആയതുകൊണ്ട് N2 ആയിരിക്കും. അതായത് ഒരു നൈട്രജൻ ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 14 ആണ്. 2 നൈട്രജൻ ആറ്റം ഉള്ളത് കൊണ്ട് 14 × 2 28. അങ്ങനെയാണ് ഈ 28 കിട്ടിക്കുന്നത്. മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 56/28 എത്രയായിരിക്കും? 2 ആയിരിക്കും. ആൻസർ 2 GMM ആയിരിക്കും ആൻസർ വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ മോളിക്കുലർ മാസ് ഓഫ് NaOH. ഗ്രാം മോളിക്കുലർ മാസ് എന്ന് വന്നാലും മോളിക്കുലർ മാസ് എന്ന് വന്നാലും ഒക്കെ ഒന്ന് തന്നെയാണ്. ഇവിടെ NaOHൻ്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ അറ്റോമിക് മാസസ് ഒക്കെ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഹൈഡ്രജന് 1 ആണ്, ഓക്സിജന് 16 ആണ്, സോഡിയത്തിന് 23 ആണ്. ഇത് വെച്ചിട്ട് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുക. എങ്ങനെയാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ ഒരു സോഡിയമാണുള്ളത്. അപ്പോൾ 23 × 1 പ്ലസ് ഓക്സിജൻ ഒരു ഓക്സിജൻ ആറ്റം ഉള്ളത്, സോ 16 × 1 പ്ലസ് ഹൈഡ്രജൻ ആറ്റം ഒരു ഹൈഡ്രജൻ ആറ്റം ഉള്ളത്, സോ 1 × 1 1 23 പ്ലസ് 16 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 40 ഗ്രാം ആയിരിക്കും. സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 40 ഗ്രാം ആയിരിക്കും. ചെറിയൊരു ടോപ്പിക്കും കൂടി ഉണ്ട്, റിലേഷൻ ബിറ്റ്വീൻ വോളിയം ഓഫ് എ ഗ്യാസ് ആൻഡ് മോൾസ്. ഇവിടെ ഒരു ടേം ഉണ്ട് STP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇതിൻ്റെ ഫുൾ ഫോമാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എത്രയായിരിക്കും? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത് 273 കെൽവിൻ ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഒരു ടോപ്പിക്ക്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത് 273 കെൽവിനും സ്റ്റാൻഡേർഡ് പ്രഷർ എന്ന് പറഞ്ഞത് 1 ATM. കെൽവിൻ എന്ന് പറഞ്ഞത് ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റും ATM അതായത് അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറഞ്ഞത് പ്രഷറിൻ്റെ യൂണിറ്റും ആയിരിക്കും. അപ്പോൾ 273 കെൽവിനിലും 1 ATM പ്രഷറിലും ഉള്ള ആ ഒരു ടെമ്പറേച്ചറും പ്രഷറിൻ്റെ കോൺസെപ്റ്റാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഈ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ വോളിയം ഓഫ് എ ഗ്യാസ് എന്ന് പറഞ്ഞത്, വോളിയം എല്ലാ ഗ്യാസിൻ്റെ വോളിയം എന്ന് പറഞ്ഞത് ഒക്കുപ്പൈയിങ് 22.4 ലിറ്റർ. ഈ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ വോളിയം ഓഫ് എ ഗ്യാസ് എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആയിരിക്കും. ഇതാണ് മോളാർ വോളിയം അറ്റ് STP എന്ന് പറയുന്നത്. മോളാർ വോളിയം അറ്റ് STP. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ 273 കെൽവിനാന്ന് പഠിച്ചു, സ്റ്റാൻഡേർഡ് പ്രഷർ 1 ATM. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിൽ വോളിയം ഓഫ് എ ഗ്യാസ് ഒക്കുപ്പൈ ചെയ്യുന്നത് 22.4 ലിറ്റർ ആയിരിക്കും ഇതിൻ്റെ ഗ്യാസിൻ്റെ വോളിയം. അതിന് പറയുന്നതാണ് മോളാർ വോളിയം അറ്റ് STP. അപ്പോൾ ഇവിടെ ഒരു കോൺസെപ്റ്റ് പറയുന്നത് 1 മോൾ ഹൈഡ്രജൻ അറ്റ് STP എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 മോൾ ഹൈഡ്രജൻ അറ്റ് STP, അതായത് ഇവിടെ H2 എന്ന് പറഞ്ഞ മോളിക്യൂളിൻ്റെ കോൺസെപ്റ്റാണ് വരുന്നത്, ഈസ് ഈക്വൽ ടു 22.4 ലിറ്റർ. വോളിയം എന്ന് പറഞ്ഞത് 22.4 ലിറ്റർ ആയിരിക്കും 1 മോൾ ഹൈഡ്രജനിൽ. അതുപോലെ തന്നെ 1 മോൾ നൈട്രജൻ N2 അറ്റ് STP, അതിൻ്റെ വോളിയം എന്തായിരിക്കും? അതും 22.4 ലിറ്റർ ആയിരിക്കും. 1 മോൾ നൈട്രജൻ്റെ 1 മോൾ ഓക്സിജൻ ആയിക്കോട്ടെ, 1 മോൾ കാർബൺ ആയിക്കോട്ടെ, 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആയിക്കോട്ടെ, 1 മോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ വോളിയം 22.4 ലിറ്റർ ആയിരിക്കും. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറയാണ്, 44.8 ലിറ്റർ ഓഫ് എ ഗ്യാസ് അറ്റ് STP. ഇതിൻ്റെ മോൾ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഗിവൺ ലിറ്റർ, അതായത് 44.8 ലിറ്റർ ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ മോളാർ വോളിയം അറ്റ് STP. ഇതാണ് കോൺസെപ്റ്റ് വരുന്നത്. 44.8 ലിറ്റർ ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ ഈസ് ഈക്വൽ ടു 2 മോൾ എന്ന് ആൻസർ കിട്ടും. ഈ ഗ്യാസ് മോളിക്യൂൾസിൽ വോളിയം കോൺസെപ്റ്റ് വരാണെങ്കിൽ ഗിവൺ ലിറ്റർ എത്ര നമുക്ക് തന്നിട്ടുണ്ടോ അതേ ഡിവൈഡഡ് ബൈ
22.4 ലിറ്റർ ചെയ്താൽ മതി. ഇത് ബേസിക് കോൺസെപ്റ്റാണ്. 22.4 ലിറ്റർ എന്ന് പറഞ്ഞത് മോളാർ വോളിയം മറ്റ് STP ആണ്. അപ്പോൾ അതുകൊണ്ട് വേണം ഇതിനെ ഡിവൈഡ് ചെയ്യാൻ. അപ്പോൾ 2 മോൾസ് എന്ന് ആൻസർ കിട്ടി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.